ആ കുട്ടിക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു വഴി കൊടുക്കൂ സുഹൃത്തുക്കളെ. ഓക്കെ, ഓടിവാ. പൊന്നോ, ഞാനിതൊന്ന് വായിച്ചോട്ടെ. ഇത് എന്തോ എഴുതിയിരിക്കുന്നേ. അഭിനേതാക്കളാം മുൻ തലമുറ തൻ ജ്ഞാനമില്ലാതെ അഭിനയ മോഹം ആവേശമാർന്ന് മുന്നോട്ട് നയിക്കും. Yes, I would like to welcome Asif again onto the stage. Oh my God! എടപ്പാളന്റെ ഹൃദയം കൊടുത്തൊരു കൈയ്യടി ഒരിക്കൽ കൂടി. എന്തോരം പടങ്ങളാണ്. അപ്പൊ ഇനി ഏതൊക്കെയാണ് ഹിറ്റ് അടിക്കാൻ പോകുന്നത്, ഏതൊക്കെ സിനിമകളാണ് വരാൻ പോകുന്നത്, നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് ആസിഫയ്ക്ക് വേണ്ടി. പറഞ്ഞോളൂ. എങ്ങനെയുണ്ട്? നല്ല ചൂടില്ലേ? സോറി, എനിക്ക് നിങ്ങളോട് വെയിലത്ത് നിൽക്കണമെന്നുണ്ട്. പക്ഷെ പക്ഷെ അത് ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഇവിടെയാണ് ഒരാള് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുള്ള ഓടിവാ സ്റ്റേജിലേക്ക്. സ്റ്റേജിൽ കയറാനുള്ള ഒരു അവസരവും നമ്മൾ കൊടുക്കാണ്ടിരിക്കാൻ പാടില്ല. കാരണം പുള്ളിക്കാരി അത്രമാത്രം ആഗ്രഹിച്ചുകൊണ്ട്. ആ കുട്ടിക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു വഴി കൊടുക്കൂ സുഹൃത്തുക്കളെ. ഓക്കെ, ഓടിവാ. മാണിക്യ മലരായ പൂവിയാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം പറഞ്ഞോ? സെക്കൻഡ് സൂചിയാണ് റൈറ്റ് ആൻസർ ആണ്. ഒരു ഉഗ്രൻ സമ്മാനം നമ്മൾ അങ്ങ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. പൊക്കോളൂ. അപ്പൊ വേഗത്തിൽ ഒന്നാമൻ, പേരിൽ രണ്ടാമൻ, സ്ഥാനത്തിൽ മൂന്നാമനായിട്ടുള്ളത് സെക്കൻഡ് സൂചി. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ദി വിന്നേഴ്സ്. നമുക്കൊരു പാട്ടിലേക്ക് കൂടെ പോവാം. യെസ്. എടപ്പാളിന്റെ മണ്ണിലേക്ക് എത്തുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള നിമിഷത്തിന് നമ്മളൊക്കെ സാക്ഷികളാവാൻ പോകുന്നു. സംസാരിക്കുക. മാക്സിമം എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കാൻ ഞാൻ ട്രൈ ചെയ്യാം. പക്ഷെ നമുക്ക് തിരക്കൊന്ന് കൺട്രോളിൽ പോകണം. ഓക്കെ,
ആസിഫയ്ക്ക് കൊടുക്കാനായിട്ടുള്ള കുറെ അധികം സ്നേഹ സമ്മാനങ്ങളുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അവരെയൊക്കെ ഏറെ സ്നേഹപൂർവ്വം ഇന്നത്തെ ദിവസത്തിലേക്ക് വെൽക്കം ചെയ്യും. ഈ സൈഡിൽ നിൽക്കാം, സൈഡിൽ അങ്ങോട്ട് ജോയിൻ ചെയ്ത് നിന്നോളൂ എല്ലാവരും. ഓക്കെ, അപ്പോ അവരുടെയൊക്കെ സ്നേഹ സമ്മാനങ്ങൾ നമുക്ക് ആസിഫയ്ക്ക് കൊടുക്കാനായിട്ടുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ, കൂടെ തന്നെ മൈജിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന മൈജിയുടെ അമരക്കാരൻ ഷാജിയെ കൂടി നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റ് പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ഓൾ റൈറ്റ്, ആസിഫയ്ക്ക് അടുത്തും ഒരുപാട് വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാനായിട്ടുണ്ട്. യെസ്, ഏറ്റവും നല്ല സിനിമകളുടെ ഭാഗമായ വളരെ ബിസി ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ, മലയാളത്തിലെ ഏറ്റവും ബിസി ആയിട്ടുള്ള നടൻ ആരാന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരം തന്നെയുള്ളൂ, അത് നമ്മുടെ ആസിഫിക്കയാണ്. കാരണം ഓരോ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. Yes, I would like to welcome Asif again onto the stage. Oh my God! എടപ്പാളന്റെ ഹൃദയം കൊടുത്തൊരു കൈയ്യടി ഒരിക്കൽ കൂടി നമ്മുടെ ആസിഫിക്കയ്ക്ക് വേണ്ടി എല്ലാവരും ചേർന്നുകൊണ്ട്. അപ്പൊ നേരത്തെ ആസിഫിക്ക all right. നേരത്തെ നമ്മൾ നിർത്തിയിടത്തുനിന്ന് അങ്ങ് തുടങ്ങാൻ പോവാണ്. നമ്മുടെ ഷാജിക്ക ഇവിടെ ഉണ്ട്, മൈജിയെ വർഷങ്ങളായിട്ട് നയിച്ചോട്ടെ. ഷാജിക്ക, എനിക്ക് പറയാനുള്ളത്, ആസിഫിക്ക എന്ന് പറയുകയാണെങ്കിൽ ഒരു വെർസറ്റൈൽ ആക്ടറാണ്. അതായത് ഏതൊരു സിനിമയും ഗംഭീരാക്കിക്കൊണ്ടിരിക്കുന്ന, ബ്ലോക്ക് ബസ്റ്റർ അടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആക്ടറാണ്. അപ്പോൾ മൈജി എന്ന് പറഞ്ഞാലും ഒരു വെർസറ്റൈൽ സ്റ്റോറാണ്. ഏതൊരു ഗാഡ്ജറ്റ് നമ്മൾ മൈജിയിലുണ്ടോ എന്ന് ചോദിച്ചാലും അതിന്റെ ഏതൊക്കെ വെറൈറ്റീസ് വേണം, ഏതൊക്കെ കളേഴ്സ് വേണം എന്നൊക്കെയാണ് നമ്മൾ. എടപ്പാളിന് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളൊരു ചെറിയ ഷോറൂമായിട്ട് കുറേ വർഷങ്ങളായിട്ട് എടപ്പാളിലുണ്ട്. ജനങ്ങളുടെ വലിയ ഒരു സപ്പോർട്ട് മൈജിക്ക് കിട്ടിയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഷോറൂം വീണ്ടും ഇവിടെ തുറക്കാൻ കഴിഞ്ഞത്. അപ്പം നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകളും തുടർന്നും ഉണ്ടാകുന്ന പ്രതീക്ഷയുണ്ട്. ഒരുപാട് സമയമായി നിങ്ങൾ എല്ലാവരും എത്തിയിട്ട് കുറച്ച് ബ്ലോക്കായി പോയി. ആസിഫിന്റെ കാരണമല്ല, ബ്ലോക്ക് കാരണമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉദ്ഘാടനത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ മൈജി ഫാമിലിയുടെ ഒരു വലിയ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ആയിക്കോട്ടെ, അടുത്തിറങ്ങിയ എന്തോരം പടങ്ങളാണ്. അപ്പൊ ഇനി ഏതൊക്കെയാണ് ഹിറ്റ് അടിക്കാൻ പോകുന്നത്, ഏതൊക്കെ സിനിമകളാണ് വരാൻ പോകുന്നത്, നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് ആസിഫിക്കയ്ക്ക് വേണ്ടി. പറഞ്ഞോളൂ. എങ്ങനെയുണ്ട്? നല്ല ചൂടില്ലേ? സോറി, എനിക്ക് നിങ്ങളോട് വെയിലത്ത് നിൽക്കണമെന്നുണ്ട്. പക്ഷെ എന്തായാലും അടുത്ത റിലീസിന് വരുന്നത് ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമയാണ്. അതിനുശേഷം സർക്കിട്ട് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. 2 സിനിമകളാണ് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും കുറച്ച് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിയേറ്റേഴ്സിൽ പോയി നിങ്ങൾ കാണുമ്പോഴാണ് സിനിമകൾ നന്നാവുന്നതും വലുതാവുന്നതും. മലയാള സിനിമ ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മലയാള സിനിമ എല്ലാവരും കാണുന്ന ഒരു സമയമാണ്, ഇന്ത്യ മുഴുവൻ കാണുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സിനിമയുടെ സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം. സിനിമയാണ് എന്നെ നിങ്ങളിലേക്ക് എത്തിച്ചതും ഈ സ്നേഹം മുഴുവൻ ഇങ്ങനെ ആസ്വദിക്കാനുള്ള ഒരു അവസരം തന്നതും സിനിമയാണ്. അപ്പൊ എപ്പോഴും നിങ്ങളോട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ചോദിക്കണം വിശേഷങ്ങളൊക്കെ എന്നുണ്ട്, പക്ഷെ എങ്കിൽ കൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വേദിയിൽ ചെയ്യാനായിട്ടുണ്ട്. ആസിഫിക്കയുടെ സ്നേഹം അറിയിച്ചുകൊണ്ട് കുറെ അധികം ആളുകൾ ഫോട്ടോ ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആസിഫിക്കായിട്ടുള്ള സ്നേഹം കൊടുക്കാം. ഈ ചേട്ടൻ ഒരുപാട് സമയമായിട്ട് കാത്തിരിക്കാം. ഒന്ന് വന്നോളൂ ചേട്ടാ. ചേട്ടൻ നല്ലൊരു ഉഗ്രൻ ക്യാപ്ഷനോടെയുള്ള ഒരു ഫോട്ടോ ഫ്രെയിമുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എന്റെ പൊന്നോ, ഞാനിതൊന്ന് വായിച്ചോട്ടെ. ഇത് എന്തോ എഴുതിയിരിക്കുന്നത്? അഭിനേതാക്കളാം മുൻ തലമുറ തൻ ജ്ഞാനമില്ലാതെ അഭിനയ മോഹം ആവേശമാർന്ന് മുന്നോട്ട് നയിക്കവേ ആരാധക മനസ്സിൽ യുവഹരിത താരമായി മുന്നേറിടും ആസിഫ് അലിക്ക് കേൾക്കട്ടെ സ്നേഹമീ ഛായാചിത്രം. Oh my God. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഒരു മനസ്സ് നിറഞ്ഞ കൈയടി കേട്ടോ. മോൾക്ക് വേണ്ടിയിട്ടും ഈ സ്നേഹ സമ്മാനത്തിന് വേണ്ടിയിട്ടും ഒരുപാട് സന്തോഷം. ആസിഫിക്കയ്ക്കുള്ള സ്നേഹവുമായിട്ട് നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. യെസ്, നമുക്ക് ഫോട്ടോസ് ഒക്കെ കൊടുക്കാം. നമ്മൾ കുറച്ച് സമയം വളരെ പ്രധാനപ്പെട്ട 1-2 ചടങ്ങുകൾ നമ്മുടെ വേദിയിൽ നടക്കാനായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രം നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകാനായിട്ടുണ്ട്. സോ അടുത്തായിട്ട് മൈജിയുടെ ഇൻ ഹൗസ് ഈ ഒരു അവസരത്തിൽ മാഗസിൻ യാഥാർത്ഥ്യമാകുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച മൈജിയുടെ മീഡിയ റിലേഷൻ സീനിയർ മാനേജറും ഈ മാഗസിന്റെ എഡിറ്റർ ഇൻ ചാർജുമായിട്ടുള്ള ആത്മജൻ, ഒരു ഗംഭീര കൈഡി കൊടുത്തുകൊണ്ട് നമുക്ക് ആത്മജന വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. എവരിബഡി പ്ലീസ് 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 പുടി ഹാൻഡ്സ് ടുഗദർ. സോ അതിന്റെ ലോഞ്ചിങ് സെറമണിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. നിങ്ങളുടെയൊക്കെ ഒരു മനസ്സ് നിറഞ്ഞ ഉള്ളു നിറഞ്ഞ കൈഡി എല്ലാവരും ചേർന്നുകൊണ്ട് എവരിബഡി പ്ലീസ് പ്ലീസ് പുടി ഹാൻഡ്സ് ടുഗദർ. മൈജിയുടെ ഇൻ ഹൗസ് മാഗസിന്റെ പ്രകാശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ മൈ ഗോഡ്, യെസ്,
നമ്മുടെ പ്രിയപ്പെട്ട ആസിഫക്കയും ഷാജിക്കയും ഒക്കെ ചേർന്നുകൊണ്ട് ആത്മജനും ഒക്കെ ചേർന്നുകൊണ്ട് അത് നിർവഹിക്കുകയാണ്. ഈ ധന്യമായിട്ടുള്ള ഏറെ ധന്യമായിട്ടുള്ള നിമിഷത്തിന്റെ ഭാഗമാകുന്നു നമ്മൾ എല്ലാവരും തന്നെ. യെസ് എവരിബഡി. യെസ്, ഇനി ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഒരു സ്പെഷ്യൽ കൂപ്പണിന്റെ ലോഞ്ച് ആണ്. ആസിഫയ്ക്ക് നമുക്കറിയാം വളരെ വളരെ വലിയൊരു ഫാൻ ബേസ് ആണുള്ളത്. അപ്പൊ ആസിഫ്ക്കാരുടെ ഫാൻസിനായിട്ട് നമ്മളൊരു സ്നേഹ സമ്മാനം കൊടുക്കാൻ പോവാണ്. അത് ഞാനിപ്പോ ഈ സമയത്ത് ഞാൻ അങ്ങ് പൊട്ടിക്കാൻ പോവാണ്. യെസ്, ഒരു സ്പെഷ്യൽ കൂപ്പൺ കോഡിന്റെ ലോഞ്ച് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഓൾ കേരള ആസിഫ് അലി ഫാൻസിനായിട്ട് മൈജിയുടെ ഒരു സർപ്രൈസ് ഓഫർ നമ്മൾ കൊടുക്കാൻ പോകുന്നു. മൈജി ഓൺലൈനിൽ ഏപ്രിൽ 9 മുതൽ ആരംഭിക്കാൻ പോകുന്ന മൈ ഗ്രാൻഡ് സെയിലിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് ആസിഫ് അലി ഫാൻസിലേക്ക് കാത്തിരിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ആസിഫ് 10 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളിൽ പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാനായിട്ടുള്ള ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ട് ആസിഫയ്ക്ക് ഒരു കുഞ്ഞു സമ്മാനം നമ്മൾ അങ്ങോട്ട് തരുമ്പോ ഇങ്ങോട്ടും ഒരു ചെറിയ സമ്മാനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആസിഫയ്ക്കയുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. ക്യാൻ യു പ്ലീസ്? വേണോ? യെസ്. സോ ഞാൻ അവസാനമായിട്ട് ആസിഫയ്ക്ക് ഒന്നുകൂടി മൈക്ക് കൊടുക്കാൻ പോവാണ്. വളരെ പെട്ടെന്ന് നിങ്ങളോടൊരു ബൈ പറയാനായിട്ട്. കുറെ അധികം ആൾക്കാർ ഇനിയും ഗിഫ്റ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. നമുക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്. വളരെ പെട്ടെന്ന് ഒന്ന് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഗിഫ്റ്റ് അങ്ങ് കൊടുക്കാം. എല്ലാവരും പെട്ടെന്ന് കൊടുത്തോളൂ. ഫോട്ടോ എടുക്കാനായിട്ടുള്ള സമയം ഉണ്ടാവുമെന്ന് നമുക്കറിയാൻ പാടില്ല. ഓക്കെ, ഗിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ആളുകൾ വളരെ പെട്ടെന്ന് ഗിഫ്റ്റ് ചെയ്തിട്ട് ആ സൈഡിലേക്ക് നീങ്ങുന്നുണ്ടോ? എടപ്പാൾ, താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. ഒരു പുഞ്ചിരി കൊണ്ട് നമ്മുടെ മനസ്സുകിടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. എടപ്പാൾ, ഇങ്ങനെയുള്ള സ്നേഹവും കയ്യടിയും ഈ കാത്തിരിപ്പും ഒക്കെയാണ് ഞങ്ങളെ പോലുള്ളവർക്ക് ഒരുപാട് ധൈര്യം തരുന്നത്. തിരിച്ചു തരാൻ പറ്റുന്നത് സ്നേഹവും ഒരുപാട് നല്ല സിനിമകളുമാണ്. അതിന് മാക്സിമം ശ്രമിക്കും. ഈ തിരക്ക് കൺട്രോൾ ചെയ്ത് ഇവിടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ പോലീസ് ഓഫീസേഴ്സിന് വലിയ നന്ദി സൂചകമായ ഒരു കയ്യടി കൊടുക്കാം നമുക്ക്. ഒരുപാട് സ്നേഹം, ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. കാരണം ഇത്രയും അധികം ആളുകളുടെ കൂടെ എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം ആൾക്കാരുടെ കൂടെ ആസിഫ് ഓൾറെഡി ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. അപ്പൊ ഇത്ര മാത്രം നമ്മുടെ കൂടെ സ്റ്റേജിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ആക്ടർ ഉണ്ടോ എന്ന് തന്നെയുള്ളത് സംശയമാണ്. ആസിഫൊക്കെ ഫ്രണ്ടിൽ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. ഒരു ഹായ് എങ്കിലും അവരെടുത്ത് അറിയിക്കണേ. നല്ല സിനിമകൾ, ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഇനി നമുക്ക് കാണാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു ആസിഫ് ഖാൻ, താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. അയ്യോ, അദ്ദേഹത്തിന് പോകാനായിട്ടുള്ള സൗകര്യം ദയവായിട്ട് ഒരുക്കി കൊടുക്കാം കേട്ടോ. നല്ല ക്രൗഡാണ്, നല്ല റഷാണ്. ദയവായിട്ട് അദ്ദേഹത്തിന് വാഹനത്തിൽ കയറാനായിട്ടുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക. നമ്മുടെ സ്നേഹം കാണിക്കേണ്ടത് അങ്ങനെയാണ് കേട്ടോ. നിങ്ങളുടെ സ്നേഹത്തിന് മനസ്സ് നിറഞ്ഞ സ്നേഹം നന്ദി മാത്രമാണ് ഞങ്ങൾക്ക് തരാനായിട്ടുള്ളത്. അപ്പൊ മൈജി ഫ്യൂച്ചർ നിങ്ങൾ ഏറ്റെടുക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇവിടെ നമ്മോട്ട് വളരെ ഇടപാടിന്റെ കൂടെ കാണാനായിട്ട് ഒരുങ്ങാണ് മൈജി ഫ്യൂച്ചറും. സോ തീർച്ചയായിട്ടും എല്ലാവരും ആ